ഈ ഓണത്തിന് വളരെ പെട്ടെന്നും സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലട പായസം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അരിയടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 10-15 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിലിട്ട് ഈ അടയെ ഒന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ അട. അടുത്തായിട്ട് നമ്മളൊരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ട് മെൽറ്റായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം അടയ്ക്ക് 200 ഗ്രാം പഞ്ചസാര എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് തീ സിമ്മിലിട്ടിട്ട് നമുക്ക് ഈ ഒരു പഞ്ചസാര ആ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. കരിഞ്ഞു പോയാൽ നമ്മുടെ പായസത്തിന് കുറച്ചൊരു കയ്പ്പ് രസം വരും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മാറി നിന്ന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പഞ്ചസാര ഒന്ന് കട്ട കെട്ടി വരും, കുഴപ്പമില്ല. ആ വെള്ളത്തിൽ കിടന്നിട്ട് അത് നല്ലപോലെ അങ്ങ് മെൽറ്റായി പോയിക്കോളും. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് 1.5 ലിറ്റർ തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിളപ്പിച്ച് വേണം കേട്ടോ പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ തണുത്ത പാല് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആ പഞ്ചസാരയും പാലും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ടതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ ഒരു അട ഉണ്ടല്ലോ, ആ ഒരു അട നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയാണെങ്കിൽ ഈ പഞ്ചസാരയും പാലും അടയും കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം കേട്ടോ. നെയ്യൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഒന്ന് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വരണം. അതിനായിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. തീ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു 10-30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കളറൊക്കെ ചേഞ്ചായി നല്ല പിങ്ക് കളറിൽ നല്ല അടിപൊളി പായസം റെഡിയാവും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ലോ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റിലൊക്കെ നമുക്ക് ഈ ഒരു പായസം കിട്ടും.